ഹലോ ഗൈസ്, ഞങ്ങൾ രാവിലെ പാപ്പായിനെ കാണാൻ വേണ്ടി വെളുപ്പിന് 5 മണിയായപ്പം ഈ തണുപ്പത്ത് റൂമിലെ 5 മണി സമയത്ത് ഞങ്ങൾ കുളിച്ച് പാപ്പായിനെ കാണാൻ വേണ്ടി വത്തിക്കാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളായിരിക്കും ആദ്യം ചെല്ലുന്നതെന്ന് ഓർത്താണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ പാപ്പായിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ പോകുന്നതൊക്കെ. ഞങ്ങൾ നടന്ന് പാപ്പാനെ കാണാൻ വേണ്ടി അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പാണ് ഗൈസ്, അടിപൊളി തണുപ്പത്ത് ഞങ്ങൾ പാപ്പായെ കാണാൻ വേണ്ടി വത്തിക്കാനിലെത്തി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ഞങ്ങൾക്ക് ആരും ഇല്ലായിരിക്കുമെന്ന്. പക്ഷേ അവിടുന്ന് ഞങ്ങൾ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ക്യൂവും കാര്യങ്ങളും. അവിടെ ചെല്ലാനൊക്കെ കുറച്ച് ടാസ്ക് ആയിരുന്നു. മറ്റേ ഇത് പാപ്പായെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അപ്പോയിൻമെൻ്റൊക്കെ എടുക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. എന്നിട്ടും ഞങ്ങൾ ഇടിച്ച് കയറി. ഞങ്ങളവിടെ ചെന്ന് കാണാൻ കയറി. എൻ്റെ അമ്മോ, ഏതെല്ലാം രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ പപ്പാനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് സ്ഥാനം കിട്ടി. ഞങ്ങളവിടെ ഇരുന്ന് പപ്പാനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ചെറുതെ പുറകിൽ എല്ലാവരുടെയും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്ത് എല്ലാവരും പാപ്പായെ കാണാൻ വേണ്ടി ഇങ്ങനെ അക്ഷമരായിട്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഒരാഗ്രഹം സാധിച്ചു. കാരണം പാപ്പാനെ കാണണം. റൂമിലാണേലും പാപ്പാനെ കാണാൻ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ എളുപ്പമൊന്നും പോയി കാണാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു അനുഗ്രഹമാണ്. ഏതായാലും അതെനിക്ക് സാധിച്ചു. പാപ്പാനെ കാണാൻ സാധിച്ചു. പാപ്പാനെ കാണാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് മറ്റേ പാട്ടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ആൾക്കാരെ വിശ്വസിക്കാതെ ഓരോരോ പ്രോഗ്രാംസൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ അവിടെ പുറകിൽ ഒരുപാട് ദൈവത്തോട് നന്ദി പറയുന്നു. പാപ്പാനെ കാണാൻ സാധിച്ചു. ആൾക്കാരെല്ലാം ഭയങ്കര സന്തോഷവും ഭയങ്കര ഈ കൈയ്യടിയും അപ്പം വന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും എണീറ്റ് വന്നു. പാപ്പായുടെ കൂടെ പ്രാർത്ഥനയോടും പങ്കുചേർന്നു. പാപ്പ എല്ലാവരോടും സംസാരിച്ചു. പാപ്പയുടെ അടുത്ത് പോകാൻ